വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലൊക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കൊണ്ടു. നീലപ്പൂവമ്പു കൊണ്ടു. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പാട്ട് ആദ്യത്തെ പാട്ട് തന്നെ ഈ പാട്ട് പാടിയതിന്റെ ഉദ്ദേശം എന്താ? അതിനൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? ഇപ്പൊ എനിക്ക് അറിഞ്ഞ ആ ഉദ്ദേശം എനിക്ക് അറിയണം. നല്ല ഉദ്ദേശമാണ്, നല്ല ചേച്ചി, ഞങ്ങള് ആക്ച്വലി അമൃതയിലെ ഒരു റിയാലിറ്റി ഷോ, ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന ഷോയിൽ കൂടെ വന്ന രണ്ടാൾക്കാരാണ്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളൂർക്കുടം പോലെ തേങ്ങി. അമ്മും മക്കിളി വായാടി അല്ലിക്കുമ്പുഴ താൻ തോന്നി. അമ്മാനം കടവത്തിൽ അണ്ണാ കണ്ണനഹങ്കാരി. കാണാക്കുയിലെ നിന്നെ പോലെ കണ്ണിനിലാവോ കിന്നാരി. അതിനിഷ്ടം കൂടാൻ ചെങ്ങാലി. അതിൽ കൂടി കണ്ടതാണ്. അതിൽ കൂടെയാണ് ഈ അവസ്ഥയിലേക്ക് ഈ അവസ്ഥയിലേക്ക് ഇപ്പൊ ജോബ് എവിടെയാ, നാട് എവിടെയാ? ഞാൻ ശരിക്കും കൈനഗിരി കുട്ടനാട്ടുകാരനാണ്. പക്ഷെ ട്രിവാൻഡ്രം ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെ സെറ്റിൽ. ഞാൻ കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് ആ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. വൈക്കം വഴിയും പോവാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ആ പ്രോഗ്രാമില് ഈ പാട്ട് പാടിയിരുന്നു രണ്ടുപേരും കൂടി ഒരു ഡ്യുവറ്റ് അതിൽ പാടിയിരുന്നു. എപ്പോഴും ഈ പാട്ടാണ് പാടുന്നത്, അതിന്റെ ഒരു ഓർമ്മയും ഉണ്ട്. ആ നൊസ്റ്റാൾജിയും കൂടെ ഉണ്ട്. അപ്പൊ ഒത്തിരി വിശേഷമുണ്ട് പറയും പോലെ. ഇത് കേൾക്കാനോ രസം അല്ലേ? അല്ലാതെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞാൽ ഓക്കെ അല്ല. എനിക്ക് ഇങ്ങനത്തെ കാലം കൊച്ചു കൊച്ചു കുസൃതി കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ നല്ല രസം. അതാ കേൾക്കാനും കൗതുകം ഉള്ളത് അല്ലേ? നമുക്കൊരു കാര്യം അവിടെ ഇരിക്കാം, അതേച്ച് ഞാൻ അതും വിളമ്പി തരാട്ടോ. മിനിമം 18 പാട്ട് പ്ലസ് ഭാര്യ 4 പാട്ട് 20. ഇത് ഇങ്ങനെ വരുന്നത്. എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാനും ഇങ്ങനെ ഇതിൽ ചേച്ചിയുടെ ഫുഡ് കഴിക്കാനും വളരെ സന്തോഷം. ഞങ്ങളൊക്കെ പണ്ട് മുതലേ ഫാൻസാണ്. അയ്യോ മഴയത്ത് മുൻപേ അമ്മയാണ് സത്യം. ഒത്തിരി ഒത്തിരി അങ്ങനെ ഒത്തിരി പടം. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനിയിപ്പോ വിശേഷങ്ങൾ എന്റെ എന്ത് പറഞ്ഞുകൊണ്ട് തരത്തില്ലല്ലേ? ഇത്രയും വെച്ച് കാണിച്ചു. ഞങ്ങൾക്ക് മാത്രമല്ല, വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യമായിട്ട് പറഞ്ഞു. അല്ലല്ല, സത്യമാണ് പറഞ്ഞത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും അച്ഛനും ഒക്കെ ഫിലിമൊക്കെ ടിവിയിലൊക്കെ വരുമ്പോ എപ്പോഴും പറയും. നല്ല അച്ഛനും അമ്മയ്ക്കൊക്കെ എന്റെ സ്പെഷ്യൽ നമസ്കാരം ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നെന്ന് അറിഞ്ഞാൽ വളരെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ അവരും പറയുന്നുണ്ടായിരുന്നു. ആണോ? പ്രത്യേക അന്വേഷണം പറയണേ. ഞാൻ എന്തായാലും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നേരിട്ട് ഒന്ന് അറിയിച്ചേക്കാം. ഇനി നിങ്ങൾ പറഞ്ഞേ, ഇനി നമ്മുടെ ബാക്കി വിശേഷം. ഞങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ തട്ടകം അമൃതയിൽ നിന്ന് തന്നെയാണ്. ബേസിക്കലി ഞാൻ 2006 ഞങ്ങൾ രണ്ടുപേരും അമൃത സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഷോയുടെ കണ്ടസ്റ്റൻസ് ആയിരുന്നു. എനിക്ക് ഡബിൾ ബൊണാൻസ പോലെ, അതെ, അതിൽ റണ്ണറപ്പുമായിരുന്നു. കൂടെ പുള്ളിക്കാരിയെ ഒരു 7 years കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഹാപ്പി ആയിരിക്കും. ഒരു മോനുണ്ട്, സച്ചു. 2.5 വയസ്സ്. അവനിവിടെ എല്ലാം റെഡിയാക്കുമായിരുന്നു, അല്ലെങ്കിൽ അവനെ കൂടെ കൊണ്ടുവന്നത്. അപ്പനെ പേടിയില്ല? അപ്പനെ പേടിയുണ്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ വരട്ടോ? ഞാൻ വരട്ടിയാലും വലിയ പേടിയൊന്നുമില്ല. ഒന്നുമില്ല. അല്ലേലും അമ്മമാരോട് എങ്ങനെ തന്നെയാ, എത്ര അലച്ചാലും അമ്മ ഇത്ര അപ്പനൊരു നോട്ടം നോക്കിയാൽ മതി. അപ്പൻ മറ്റേ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടേ കുറച്ച് ദിവസം കഴിയുമ്പോ വന്നാൽ പുള്ളി അതിമേ ചിരിച്ചോടി ചാടി മുകളിലോട്ട് കയറും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മളെ തോളത്ത് കിടക്കായിരിക്കും, നോക്കുമ്പോണ്ടാ പുള്ളി കണ്ണുനീരിങ്ങനെ വാർത്തോണ്ടിരിക്കും. ഭയങ്കര സെന്റിമെന്റൽ ആണ്, ഒരു രക്ഷയില്ല. അറ്റാച്ച്മെന്റ് ഭയങ്കര. പുള്ളിക്ക് എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, ഭയങ്കര സ്നേഹക്കാരനാണ്. ഓ അത് ശരി.
എന്നാലും മോശമായിപ്പോ എന്ന് ഞങ്ങൾക്കൊന്ന് കൊച്ചിനെ ഒന്ന് കാണാൻ ഇനി നോക്കല്ലോ. എന്തായാലും വരാൻ ചേച്ചി. ഒന്ന് കൊച്ചിനെ കാണിക്കണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല അങ്ങനത്തെ പിള്ളേരെ, എന്താ ചട്ടമ്പി പിള്ളേരെയാ കൂടുതൽ ഇഷ്ടം. പിന്നെ ഫിലിമില് വന്നത് എങ്ങനെ? ഫിലിമില് ഫിലിമിൽ അതിൽ ആ റിയാലിറ്റി ഷോയിൽ തന്നെ ലൈക്ക് റണ്ണറപ്പ് ആയിരുന്നത് കൊണ്ടും അതിൻ്റെ ജഡ്ജസ് ആയിരുന്നു ദീപക് ദേവ് സാറും അൽഫോൺസ് ചേട്ടനും ബാലുചേട്ടനൊക്കെ. അപ്പോൾ അവർ അൽഫോൺസ് ചേട്ടൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യം പാടുന്നത്, ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടാൻ പറ്റി. അത് ആത്മാവിൻ കാവിൽ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആരാണേ എന്ന് പറയുന്ന ട്രാക്ക് ആണ് എനിക്കൊരു കൊമേഴ്ഷ്യൽ ഇതിലൊരു അപ്രോച്ച് അങ്ങനെ ഒരു ഇത് തന്നത്. പക്ഷേ ഞാൻ പറയുന്ന ആദ്യത്തെ പാട്ട് ചേച്ചിയുടെ കൂടെ അതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. പ്രോബബ്ലി അറിയില്ല, ചിലപ്പോൾ എല്ലാ പാട്ടും ഒരേപോലെ നല്ലൊരു പാട്ട് അൽഫോൺസ് ചേട്ടൻ്റെ ഒരു വിനയൻ സാർ വന്നിട്ട് ചേച്ചി വളരെ എന്താ പറയുക, ഞാനൊരു ഫ്രഷറാണെന്ന് കണ്ടിട്ട് തന്നെ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് പാടിയതാണ്. ചേച്ചി ഒരിക്കലും എന്താ പറയാ ക്ഷമയൊക്കെ നമ്മൾ ചേച്ചിയിൽ നിന്ന് കണ്ടുപിടിക്കണം. ചേച്ചി ഭയങ്കര മോട്ടിവേഷനാണ്. ശരിയാ, ഒത്തിരി നമുക്ക് സപ്പോർട്ടാ ചേച്ചി അല്ലേ. ഒരിക്കലും നെറ്റി ചുളിച്ചോ ഒന്നും നമ്മൾ എനിക്ക് അങ്ങനത്തെ ഒത്തിരി അനുഭവം ചേച്ചിയുടെ കൂടെ തന്നെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി ഞാൻ ഭയങ്കര ടെൻഷൻ പാർട്ടി എപ്പോഴും. ആ ഒരു വലിയ ഇത് ഷോ അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാൽ സ്റ്റേജ് ഷോക്ക് പോകുമ്പോഴേ ഞാൻ പറഞ്ഞ ഭയങ്കര പേടിയാ. അപ്പോൾ ചേച്ചി ഭയങ്കര നമ്മളെ സ്റ്റേജിൽ ഞാൻ ഒരു പ്രാവശ്യം സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ട് പാടാൻ പറ്റാണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷനില്ല, കാരണം റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ ചേച്ചി സ്റ്റേജ് വന്ന് എൻ്റെ അടുത്ത് പറയാം, എന്തിനാ എൻ്റെ പരിപാടിക്ക് പേടിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹം തരും. പിന്നെ പാടാൻ പറ്റും, കംഫർട്ട് ആക്കും അല്ലേ നമ്മളെ. ചേച്ചിയുടെ പാടിയ പാട്ട് ഒന്ന് പാടാവോ? ആത്മാവിൻ കാവിൽ അരയാലിൻ കുമ്പിൽ പാടാമോ വീണ്ടും എൻ്റെ പെൺകുയിലേ, പണ്ടത്തെ ഈണം ചുണ്ടത്തായുണ്ടോ, മൗനത്തിൻ മഞ്ഞണിഞ്ഞ പൂങ്കുയിലേ. നല്ല പാട്ടല്ലേ, ബ്ലാക്ക് കാറ്റ് അൽഫോൺസ് സാറിന്റെ. അവൻ പാട്ട് അല്ലേ, അതിന് മ്യൂസിക് ഡയറക്ട് ചെയ്ത അല്ല, അത് അൽഫോൺസ് സാറിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേത് പാടാ? രസം എന്ന് പറയുന്ന ലാൽ സാറിന്റെ. ഓക്കെ, അത് ഞാൻ കവാലം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കവാലം സാറിലേക്ക് വന്നെത്തി എങ്ങനെയാ? വരികളൊക്കെ അദ്ദേഹം 3 പാട്ടിന്റെയും വരികൾ സാറാണ്. സാറിന്റെ അടുത്ത് ആക്ച്വലി നെടുമുടി വേണമെങ്കിൽ വഴിയാണ് ഞാൻ സാറിനെ മീറ്റ് ചെയ്യുന്നതും. ഇവിടെ മകനും ഞാനും ആത്മമിത്രങ്ങളാണ്. സ്കൂൾ മുതൽ LKG മുതൽ 12th വരെ. പിന്നെ നെയ്ബേഴ്സും ആണ്. അപ്പൊ മോനെ പോലെയാ വേണിച്ചേട്ടൻ. ഓക്കെ, അപ്പൊ വേണിച്ചേട്ടനാണ് ഡയറക്ട് ചെയ്ത് വിട്ടെ. അതെ, റെഫറൻസ് കേൾപ്പിക്കുകയും രാജീവ് സാറ് പുള്ളിക്ക് താല്പര്യം അങ്ങനെ അങ്ങനെ ചെയ്തതാ. ഓക്കെ.